ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കാൻഡ ഡൈജസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അല്ലാണ്ട് പുറത്തുനിന്ന് ഒരു വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഞാനിത് പുറത്ത് വെക്കാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് നമ്മളെ ഒരു ചെറിയ ഷൂട്ട് പുറത്തേക്കാക്കിയത്. നമ്മൾ ക്ലാസ് റൂം സെറ്റപ്പിലേക്ക് നേരെ പോവും. അതിന് മുന്നേ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തരാം. അപ്പോൾ ഏറ്റവും ചെറുതിൽ നിന്ന് തുടങ്ങാം. ഇത് ഡയമണ്ട് റിംഗ് ആണ്. അപ്പം ഇത് അമ്മയുടെ മോതിരാണ് ഡയമണ്ട്. അപ്പോൾ ഡയമണ്ട് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് സോൾഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. അത് ഒരു കോവാലൻ ബോണ്ടും ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഒന്നാമത് നമുക്ക് ഡയമണ്ട് തുടങ്ങുകയാണെങ്കിൽ ഈ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലൈൻ സോൾഡ് ആണ്. ഈ ക്രിസ്റ്റലൈൻ സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ക്രിസ്റ്റലൈൻ സോൾഡ്സിന് പല ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ 4 ടൈപ്സ് ക്ലാസിഫിക്കേഷനാണ് ഈ 4 എക്സാമ്പിൾസ്. അപ്പം അതിൻ്റെ അകത്ത് ഒന്നാമത് നമ്മളിപ്പോൾ ഡയമണ്ട് എടുക്കുകയാണെങ്കിൽ ഡയമണ്ട് ഒരു കോവാലൻ കോമ്പൗണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. അത് കാർബണിൻ്റെ ഒരു എലോട്രോപ്പാണ്. ഇനി അടുത്ത് നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇരുമ്പ് പൊടിയിലേക്ക് പോകാം. ഇരുമ്പ് പൊടി അല്ലെങ്കിൽ അയൺ റോഡ് നമുക്ക് ഒരു മെറ്റാലിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു മെറ്റാലിക് സോൾഡായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇത് നമുക്ക് ഉപ്പാണ്, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പ്, സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ സാധനം. ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഒരു അയോണിക് സോൾഡാണ്. ഇത് പച്ചവെള്ളമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഐസ് ക്യൂബാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഐസ് മെൽട്ടായി വെള്ളമായി പോയതാണ്. അപ്പം ഈ ഐസ് ക്യൂബ് എന്ന് പറഞ്ഞാലും ഒരു ടൈപ്പ് ഓഫ് സോൾഡാണ്. അതിൻ്റെ പേരാണ് മോളിക്കുലാർ സോളിഡ്സ്. അപ്പം ഇതാണ് 4 എക്സാമ്പിൾസ്. ഈ എക്സാമ്പിൾസ് നിങ്ങളെ മനസ്സിലേക്ക് കയറ്റി വെച്ചോ. നമ്മൾ നേരെ ക്ലാസ് റൂമിലേക്ക് പോകും. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഓൾറെഡി കണ്ടു. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അപ്പം ഫസ്റ്റിന് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ക്രിസ്റ്റലൈൻ സോൾഡും അമോർഫസ് സോൾഡും പഠിച്ചു. അത് ക്രിസ്റ്റലൈനെ നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്തു, 4ആയി സ്പ്ലിറ്റ് ചെയ്തു. ആ 4 എക്സാമ്പിളാണ് നിങ്ങൾ താഴെ കണ്ടത്. അപ്പോൾ ആ 4 എക്സാമ്പിളും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സ്പ്ലനേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ എക്സ്പ്ലനേഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നാമത് മോളിക്കുലാർ സോളിഡ്സ് ആണ്. എന്താണ് മോളിക്കുലാർ സോളിഡ്സ്? അപ്പോൾ നമ്മൾ മോളിക്കുലാർ സോളിഡിൻ്റെ എക്സാമ്പിൾ കണ്ടത് ഏതാണെന്ന് നിങ്ങൾ ഓർമ്മയുണ്ടാവും, വാട്ടറാണ് അല്ലേ, വെള്ളം. വെള്ളം എന്ന് പറഞ്ഞ സാധനം ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉള്ള സാധനമാണ്. പ്ലസ് ഈ ഹൈഡ്രജൻ ബോണ്ട് ഉള്ള സാധനത്തിന് നമ്മൾ കട്ട് ആയി കഴിഞ്ഞാൽ ഐസ് ക്യൂബ് ഒരു ടൈപ്പ് ഓഫ് മോളിക്കുലാർ സോൾഡ് ആണ്. അപ്പോൾ ഐസ് ക്യൂബിൻ്റെ അടുത്ത ടൈപ്സിലേക്ക് പോവാം. അപ്പം ഈ ഒരു ഐസ് ക്യൂബ് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ഈ ഒരു മോളിക്കുലാർ സോൾഡ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞാൽ കുറേ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മോളിക്യൂൾസ് തമ്മിൽ ഉണ്ടാക്കിയ ഒരു ടൈപ്പ് ഓഫ് സോൾഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ടൈപ്സ് ആണ് മോളിക്കുലാർ സോൾഡ്സ് ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പോയി നോക്കാം. ഒന്നാമത്തത് പോളാർ മോളിക്കുലാർ സോളിഡ്സ്, രണ്ടാമത്തത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, മൂന്നാമത്തത് ഹൈഡ്രജൻ ബോണ്ട് മോളിക്കുലാർ സോളിഡ്സ്. പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, പോളാർ ആണ്, നോൺ പോളാർ ആണ്, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അപ്പം നമുക്കിനി അടുത്ത് അതിൻ്റെ ഓരോ പോയിന്റ്സിലേക്ക് പോകാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ മൂന്നിനും കോമൺ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. എല്ലാം ഫോംഡ് ബൈ കോവാലന്റ് ബോണ്ട്സ്. ഈ സാധനവും ഫോംഡ് ബൈ കോവാലന്റ് ബോണ്ട് ആണ്. അതുപോലെ ഇതിലെന്ന് വെച്ചാൽ കോവാലന്റ് ബോണ്ട് ആയിരിക്കും, പക്ഷേ ഹൈഡ്രജൻ ആൻഡ് ഏതെങ്കിലും ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്, ഓക്സിജനോ ഫ്ലൂറിനോ നൈട്രജനോ എക്സെട്ര എക്സെട്ര. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോംഡ് ബൈ കോവാലന്റ് ബോണ്ട്. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ സാധനങ്ങൾക്ക് മൂന്നാൾക്കും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പം ഇതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് പോളാർ മോളിക്യൂൾ. പോളാർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അതിനൊരു ചാർജ് ഉണ്ടാവും അല്ലേ, പോസിറ്റീവും നെഗറ്റീവ് ചാർജും ഉണ്ടാവും. അതൊരു ന്യൂട്രൽ അല്ലാത്തൊരു ഐറ്റമാണ് പോളാർ മോളിക്യൂൾ. അപ്പം അതിൻ്റെ എപ്പോഴും ഡൈപോൾ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഡൈപോൾ എന്ന് പറഞ്ഞ സാധനം അതിലുണ്ടാവും. അപ്പം ഡൈപോൾ ഇന്ററാക്ഷൻ ആണ് ആയിരിക്കും ഉണ്ടാവുക, പോളാർ മോളിക്യൂൾസിന് ഉണ്ടാവുക. അടുത്ത് നമ്മൾ നോൺ പോളാറിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ +1 സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിച്ചിട്ടുണ്ട്, ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഓർ ഡിസ്പേർഷൻ ഫോഴ്സ് എന്നുള്ള ഒരു സാധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ആയിരിക്കും വരിക, നോൺ പോളാർ മോളിക്യൂൾ സോൾഡിന് വരിക. അടുത്തത് നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിലേക്ക് പോകുമ്പം ഏതാണ്, ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ആയിരിക്കും വരുന്നത്, ഹൈഡ്രജൻ ബോണ്ടിങ് മോളിക്കുലാർ സോളിഡിന് വരുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ്, ഇനിയിപ്പോൾ നമ്മൾ 2 പോയിന്റ്സ് ഓൾറെഡി പഠിച്ചു. ഇനി നമുക്ക് മെൽറ്റിംഗും ബോയിലിംഗ് പോയിന്റ് നോക്കാം. അപ്പോൾ മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ് നമ്മൾ പറയുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞ സാധനത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഈസ് മോർ ഓർ ഇൻക്രീസ്ഡ് ഇൻ ഹൈഡ്രജൻ ബോണ്ട് മോളിക്കുലാർ സോളിഡ്, HMBS നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കാം. അതിനേക്കാൾ കുറവായിരിക്കും ഉണ്ടാവുക, പോളാർ മോളിക്യൂൾ ഉണ്ടാവുക. അപ്പം മെൽറ്റിംഗ് പോയിന്റ് ആൻഡ്
boiling point is lesser as compared to ആര് HMBS HBMS ഹൈഡ്രജൻ ബോണ്ട് മോളിക്കുലർ സോളിഡ്. ഓക്കെ, ഇനി നമ്മൾ നോൺ പോളറിലേക്ക് പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇതിന് കൂടുതൽ, ഇതിന് കുറച്ച് കുറവ്, അപ്പം ഇതിന് തീരെ ഉണ്ടാവില്ല. അപ്പം മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഈസ് ലോവർ ഓഫ് ബോത്ത് സോളിഡ്സ്. അപ്പം രണ്ടിനെക്കാട്ടിയും കുറവാണ് ആയിരിക്കും ഉണ്ടാവുക? നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സിന് ഉണ്ടാവുക. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. കണ്ടക്ടിവിറ്റി അല്ലെ, കണ്ടക്ടിവിറ്റി മൂന്നാക്കും കണ്ടക്ട് ചെയ്യില്ല, മൂന്നാളും വീക്ക് കണ്ടക്ടേഴ്സ് ആണ്. അപ്പം വീക്ക് കണ്ടക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇത് രണ്ടിനും, ഇതിനർത്ഥം ഞാനിങ്ങനെ ഇടുന്നതിൻ്റെ അർത്ഥം ഇത് രണ്ടും, ഈ മൂന്നും വീക്ക് കണ്ടക്ടേഴ്സ് എന്നാണ്. ഓക്കെ, നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പോളാർ മോളിക്യൂൾസ് പൊതുവെ മോസ്റ്റ് ഓഫ് കേസസിൽ അവർ റൂം ടെമ്പറേച്ചറിൽ ഒന്നിക്കിൽ ലിക്വിഡോ ഗ്യാസോ ആയിരിക്കും. അപ്പം റൂം ടെമ്പറേച്ചർ മോസ്റ്റ് ഓഫ് ആർ ലിക്വിഡ് ഓർ ഗ്യാസസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നോൺ പോളാർ മോളിക്യൂളും യൂഷ്വലി എന്തായിരിക്കും? യൂഷ്വലി ബോത്ത് ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. അതേസമയം ഹൈഡ്രജൻ ബോണ്ട് മോളിക്കുലർ സോളിഡ് ആണെങ്കിൽ അവർ വോളറ്റൈൽ ആയിരിക്കും, അതുപോലെ ആൻഡ് സോഫ്റ്റ് ലിക്വിഡ് ആയിരിക്കും. ഓക്കെ, അവർ വോളറ്റൈൽ ആയിരിക്കും, അതുപോലെ സോഫ്റ്റ് ലിക്വിഡ്സും ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് സമപ്പ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, ഫോൺ ബൈ കോവാലന്റ് കോമ്പൗണ്ട്സ്. കോവാലന്റ് ബോണ്ട്സ്, മൂന്ന് പോളാർ മോളിക്യൂൾസ് ആയാലും നോൺ പോളാർ മോളിക്കുലർ സോൾഡ് ആയാലും ഹൈഡ്രജൻ ബോണ്ട് മോളിക്കുലർ സോൾഡ് ആയാലും മൂന്നും എങ്ങനെ ഫോം ചെയ്യുക? കോവാലന്റ് ബോണ്ട്സ് ആണ് ഫോം ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്, ഡൈപോൾ ഇന്ററാക്ഷൻ ഇവിടെ ഉണ്ടാവും, കാരണം ഇത് പോളാർ മോളിക്യൂൾ ആണ്, അവിടെ ചാർജ് ഉണ്ടാവും. അതേസമയം നോൺ പോളാർ മോളിക്യൂൾ ആയിട്ട് അവിടെ ലണ്ടനോ അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സോ ആയിരിക്കും ഉണ്ടാവും, അവിടെ ചാർജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല, ന്യൂട്രൽ ആയിരിക്കും. അതേസമയം ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും ഉണ്ടാവുക. അടുത്ത മെൽറ്റിങ്ങും ബോയിലിംഗ് പോയിന്റും നമ്മളെ പോളാർ മോളിക്യൂളിന് ആരത്രയില്ല? ഹൈഡ്രജൻ ബോണ്ട് അത്രയില്ല, എന്നാൽ നോൺ പോളാർ മോളിക്യൂളിനേക്കാൾ കൂടുതലുണ്ട്. അതേസമയം നോൺ പോളാർ മോളിക്കുലർ സോൾഡ് ആണെങ്കിൽ അതിന് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റും ഈ രണ്ട് ആൾക്കാരെക്കാൾ കുറവാണ്. ഇനി ഹൈഡ്രജൻ ബോണ്ട് മോളിക്കുലർ സോൾഡിന് മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റും ഈ രണ്ട് ആൾക്കാരെക്കാൾ കൂടുതലാണ്. അടുത്തത് വീക്ക് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഈ മൂന്ന് ആൾക്കാരും വീക്ക് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അടുത്തത് റൂം ടെമ്പറേച്ചറിൽ ഓൾമോസ്റ്റ് എല്ലാ പോളാർ മോളിക്കുലർ സോൾഡും ലിക്വിഡോ ഗ്യാസ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. അതേസമയം ഇവിടെ യൂഷ്വലി ഓൾ ദ കേസസ് എന്തായിരിക്കും? ലിക്വിഡോ ഗ്യാസിലോ ആയിരിക്കും ഉണ്ടാവുക. അതേസമയം ഇവിടെ എന്തായിരിക്കും? ഒന്നിക്കൽ വോളറ്റൈൽ ആയിരിക്കും, അല്ലെങ്കിൽ സോഫ്റ്റ് ലിക്വിഡിലായിരിക്കും റൂം ടെമ്പറേച്ചറിൽ ഉണ്ടാവുക. ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഒരു പ്രഷറോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ കൂട്ടുകയോ കുറക്കുകയോ ചെയ്താൽ അതൊരു സോൾഡായി മാറും. ഓക്കെ, ഇത്രയാണ് നമ്മളെ നമ്മളെ മോളിക്കുലർ സോൾട്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസും കൂടി നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും അല്ലേ? അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുമ്പം നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ കൊടുക്കാം. HCl, ഹൈഡ്രജൻ ക്ലോറൈഡ്. ഇതിന് ചാർജ് ഉണ്ട്, ഇതൊരു പോളാർ മോളിക്യൂൾ ആണ്, ഇവർ തമ്മിൽ ഡൈപോൾ ഇന്ററാക്ഷൻ ഉണ്ട്, ഇവർക്ക് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, അവർ കണ്ടക്ടേഴ്സ് അല്ല, അവർക്ക് മോസ്റ്റ് ഓഫ് ദ കേസ് അവരെന്തായിരിക്കും? ഒന്നിക്ക് ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസോ ആയിരിക്കും. അടുത്തത് നോൺ പോളാർ മോളിക്കുലർ സോളിഡിന്റെ ഒരു ടൈപ്പ് ഓഫ് എക്സാമ്പിൾ ആണ് നമ്മളെ ഹീലിയം എന്ന് പറഞ്ഞ ആറ്റം, He2 അല്ലെങ്കിൽ H2 അല്ലെങ്കിൽ Cl2. ഇതൊക്കെ എന്താണ്? നോൺ പോളാർ മോളിക്കുലർ സോൾഡ് ആണ്. ഇവരൊക്കെ ചാർജ് എപ്പോഴും എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും, 0 ആയിരിക്കും. അതുപോലെ അവർക്ക് അതുപോലെ ഡിസ്പേർഷൻ ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അവർക്ക് മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റും വളരെ കുറവായിരിക്കും. അവർ പൊതുവേ കാണുന്നത് എന്തായിരിക്കും? ലിക്വിഡിലോ ഗ്യാസ് സ്റ്റേറ്റിലോ ആയിരിക്കും. ഇനി അടുത്ത ഹൈഡ്രജൻ ബോണ്ട് മോളിക്കുലർ സോൾഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനോ ഫ്ലൂറിനോ നൈട്രജനോ. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് H2O. എന്ന് പറഞ്ഞ സാധനത്തിന് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് നമുക്കറിയാം, HOH.
അറിയാം. ഇനി മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റും ഇതിനേക്കാൾ കൂടുതലാണെന്നും അറിയാം. അത് കണ്ടക്ടേഴ്സ് അല്ല എന്നും അറിയാം. വോളറ്റൈൽ ആൻഡ് സോഫ്റ്റ് ലിക്വിഡും ആണ്. ഓക്കെ, അപ്പം ഇത്രയാണ് മോളിക്കുലർ സോളിഡിൻ്റെ സബ് ഡിവിഷൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ എന്നാ, മെറ്റാലിക് സോൾഡ്. അപ്പം മോളിക്കുലർ സോൾഡ് കഴിഞ്ഞു, അടുത്ത മെറ്റാലിക് സോൾഡ്, അത് കഴിഞ്ഞ് കോവാലന്റ് അയോണിക്, അതും കൂടി കഴിഞ്ഞാൽ ഈ ടോപ്പിക് കഴിഞ്ഞു. അപ്പോൾ മെറ്റാലിക് സോൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ ഒരു അയൺ റോഡ് എടുത്ത് കാണിച്ചിട്ടുണ്ടായി. അപ്പം ആ അയൺ റോഡ് എന്ന് പറഞ്ഞൊരു മെറ്റൽ റോഡാണ് അല്ലേ. മെറ്റൽ റോഡ് ഒരു എക്സാമ്പിളാണ് നമ്മളെ Fe അയൺ എന്ന് പറഞ്ഞ സാധനം. അപ്പം ആ അയണിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ അയോൺ സറൗണ്ടഡ് ബൈ എ സീ ഓഫ് ഇലക്ട്രോൺസ്. എന്ന് വെച്ചാൽ നമ്മൾ അയോൺസിൽ പോസിറ്റീവ് പോസിറ്റീവ് അയോൺസ് ഉണ്ടാവും. ഈ പോസിറ്റീവ് അയോൺസിൻ്റെ ചുറ്റും എന്തുണ്ടാവും, നെഗറ്റീവ് ഇലക്ട്രോൺസ് ഉണ്ടാവും ഇതുപോലെ. അതെങ്ങനെയാണ് അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു കടലിൽ സീ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് അവർ പറയുന്നത്. അപ്പം കടലിൽ അത്രമാത്രം നമ്മൾ ഒരു കടൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കടലിലെ ഇലക്ട്രോൺസ് ആണ്. അപ്പം പോസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺ, ഈ പോസിറ്റീവ് ചാർജിൻ്റെ എല്ലാ ചുറ്റും എന്തുണ്ടാവും, ഒരു സീ ഓഫ് ഇലക്ട്രോൺസ് ചുറ്റും ഉണ്ടാവും എന്നാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താ, ഇലക്ട്രോൺ സി മോഡൽ. അതന്നെയാണ് ഈ ഇലക്ട്രോൺ സി മോഡലും. പക്ഷേ ഇപ്പം നമ്മൾ F എന്ന് പറഞ്ഞാൽ Fe എന്ന് പറഞ്ഞ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അത് ഒരു ആറ്റം മതിയാവില്ല അല്ലേ. അപ്പം ഈച്ച് മെറ്റൽ ആറ്റം കോൺട്രിബ്യൂട്ട് ടു 1 or more ഇലക്ട്രോൺ. അപ്പോൾ ഓരോ ആറ്റം എന്ന് വെച്ചാൽ Fe എന്ന് പറഞ്ഞാൽ എത്ര ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണോ ഒരു അയൺ റോഡ് ഉണ്ടാവുന്നത്, അത്രയും ആറ്റംസ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. എത്ര ഇലക്ട്രോൺസ്, ഓരോ ഇലക്ട്രോൺസും കൂടണമെങ്കിൽ ഓരോ ആറ്റംസ് കൂടുന്നതനുസരിച്ച് എന്തുണ്ടാവും, ഇലക്ട്രോൺസും കൂടും. അടുത്ത പറയുന്നത് ഇലക്ട്രോൺ ഗ്യാസ് മോഡൽ. ഇതൊരു ഇലക്ട്രോൺ ഗ്യാസ് മോഡലായിട്ടും പറയാം. കാരണം എന്ന് വെച്ചാൽ എന്താ, ഒരു ഗ്യാസ് മോഡൽ നമ്മൾ റുദർഫോർഡ് ഗ്യാസ് മോഡലൊക്കെ പഠിച്ച പോലെ തന്നെ ഇലക്ട്രോൺസ് അതിന് ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പം അതിനൊരു ഗ്യാസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഇലക്ട്രോൺ സി മോഡൽ എന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ഈ ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചാർജുള്ള ഒരു സാധനത്തിന് എപ്പോഴും അയോണൈസേഷൻ എനർജി കുറവായിരിക്കും. അപ്പം നമുക്ക് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺസ് എങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ചാൽ, അയോണൈസേഷൻ എനർജി കുറവുള്ള മെറ്റൽ ആറ്റംസിൽ എന്തുണ്ടാവും, എളുപ്പത്തിൽ അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അയോണൈസേഷൻ എനർജി കുറവാണെങ്കിൽ കുറച്ച് അയോണൈസേഷൻ എനർജി മതി നമുക്ക് അതിൻ്റെ വാലൻസ് ഇലക്ട്രോണിനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഏറ്റവും പൊതുവേ മെറ്റൽ ആറ്റംസിൻ്റെ ഒക്കെ അയോണൈസേഷൻ എനർജി എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഫോഴ്സ് ദാറ്റ് ഹോൾഡ്സ് ദ മെറ്റൽ അയോൺ ടുഗെദർ ഇൻ ദ ക്രിസ്റ്റൽ ഈസ് മെറ്റാലിക് ബോണ്ട്. എന്ന് വെച്ചാൽ മെറ്റാലിക് ബോണ്ട് എന്ന് വെച്ചാൽ എന്താണ്, അതൊരു ബോണ്ടാണ്, അതൊരു ഫോഴ്സ് കൂടി ഉണ്ടാകുന്ന ബോണ്ടാണ്. അപ്പം ആ ഒരു ഫോഴ്സിന് പറയുന്ന പേരാണ് എന്ത്, മെറ്റാലിക് ബോണ്ട്. അല്ലെങ്കിൽ ആ ക്രിസ്റ്റലിൽ ഉണ്ടാവുന്ന ഒരു മെറ്റാലിക് ബോണ്ടാണെന്ത്, ഒരു മെറ്റൽ അയോൺസ് ടുഗെദർ ചേർത്ത് വെക്കുന്ന ഒരു ഫോഴ്സിന് പറയുന്ന പേരാണ് എന്ത്, മെറ്റാലിക് ബോണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസസ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ്, സ്ട്രോങ്ങർ ദ മെറ്റാലിക് ബോണ്ട് റിസൾട്ട് ഇൻ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ചിട്ട് അവിടെ നിന്ന് സംഭവിക്കും, അട്രാക്ഷൻ കൂടും. അട്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് അവിടെ നിന്ന് സംഭവിക്കും മെറ്റാലിക് ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടും. മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് അവിടെ നിന്ന് സംഭവിക്കും മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, അടുത്തൊരു പോയിന്റ്, നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരു പോയിന്റ്, ഹൈലി മാലിബിൾ ആൻഡ് ഡക്റ്റൈൽ, ഹൈലി മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഡെൻസിറ്റി എന്ന് പറഞ്ഞ ഇതിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കാം, ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി. മനസ്സിലായി, ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി. നമ്മളൊരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഹീറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിൽ നിന്ന് ഇലക്ട്രോൺസ് എന്തുണ്ടാവും, ഫ്രീ ഓഫ് മൂവിങ് ഉണ്ടാവും. അല്ലെങ്കിൽ മൊബൈൽ ചാർജസ് ആയിരിക്കും നമ്മളെ ഇലക്ട്രോൺസ്. ലെസ്റ്റർ ആൻഡ് കളർ ഇൻ സം കേസസ്, ലെസ്റ്റേഴ്സ് ആണ് അല്ലേ മെറ്റൽസ് ലെസ്റ്റേഴ്സ് ആണ്. നമ്മളൊരു ലൈറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ചെയ്യും, ലൈറ്റ് പുറത്തേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അടുത്ത ഹൈലി മാലിബിൾ ആൻഡ് ഡക്റ്റൈൽ. അറിയാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തട്ടാന്മാർ അല്ലെങ്കിൽ നമ്മൾ അവരെന്താ പറയാം, നമ്മൾ ഈ നമ്മളെ കത്തിയാളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് അതാ ഉണ്ടാക്കുന്നത്, അത് നല്ലോണം ചുട്ട് പഴുപ്പിച്ചിട്ട് അത് നല്ലോണം അടിച്ച് പരത്തും അല്ലേ. അത് പരത്തുമ്പോൾ എന്തുണ്ടാവും, ആ ഇലക്ട്രോൺസ് ചാർജ് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഇലക്ട്രോണിന് മൊബിലിറ്റി കൂടും. അപ്പോൾ മൊബിലിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഷേപ്പ് മോൾഡ് ചെയ്യാൻ പറ്റും. അത് ക്രിസ്റ്റൽ ലാറ്റിക്സിനൊന്നും പറ്റാണ്ട് അതിന് ഷേപ്പ് നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റും. അപ്പം മാലിബിൾ ആണ്, ഡക്റ്റൈലും ആണ്. ഓക്കെ, ഇനി അടുത്ത മെൽറ്റിംഗ് പോയിന്റ് ആൻഡ്
ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്രിസ്റ്റൽ ലാറ്റിക്സിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതൊരു ക്ലോസ്ഡ് പാക്കിലാണുള്ളത് അല്ലേ. ഈ ക്ലോസ്ഡ് പാക്കിൽ നമ്മൾ ഹീറ്റ് കൂടി അപ്ലൈ ചെയ്താൽ അവിടെ നിന്ന് സംഭവിക്കുക ശരിക്കും നമ്മളിപ്പോൾ ഒരു ഇറുങ്ങിയ മുറിയിൽ നമുക്ക് ഇരിക്കുന്നത് നമുക്ക് വെറുതെ അടിയിൽ അല്ലെങ്കിൽ പോട്ടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. നമ്മൾ പാണ്ടിപ്പട സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ. പാണ്ടിപ്പട സിനിമയിൽ നമ്മൾ ഹരിശ്രേഷോകന മറ്റേ നമ്മളെ ആ ഒരു ബക്കറ്റിലിട്ടിട്ട് നമ്മളെ ഇയാൾ എന്ത് ചെയ്ത് ചൂടാക്കുന്നില്ലേ, എന്നിട്ട് അടിയിൽ ഒരു വെള്ളത്തിലിട്ടിട്ട് അവനെ താഴേക്ക് കൊണ്ടുവരുമ്പം നമ്മൾ ഓടിപ്പോകുന്നില്ല. അപ്പം ആ ഒരു ചെറിയ സ്പേസിൽ നിന്ന് തന്നെ ഹരിശ്രേഷോകൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, തുള്ളിച്ചാടാൻ പറ്റുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് നമ്മളെ ഇലക്ട്രോൺസിന്റെ അവസ്ഥ. നമ്മളെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ ഒരു ചെറിയ സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യും, മാക്സിമം ഹൈ എന്താ പറയുക പുറത്തേക്ക് ചാടാനുള്ള ശ്രമങ്ങൾ നടത്തും. അപ്പോൾ ആ ശ്രമങ്ങൾ നടത്തുമ്പം അവരെ മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും, ഭയങ്കര കൂടുതലായിരിക്കും, അവർക്ക് അത്രയും ഡെൻസിറ്റിയും കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഇലക്ട്രോൺസ് മോഡൽ അല്ലെ ഇലക്ട്രോൺ സി മോഡൽ എന്താണ് ഇലക്ട്രോൺ സി മോഡൽ എന്ന് പറഞ്ഞ സാധനം. പോസിറ്റീവ് അയോൺസിന്റെ എല്ലാ ചുറ്റും എന്തുണ്ടാവും, ഇലക്ട്രോൺസ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ മെറ്റാലിക് സോൾട്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കും അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനും. അപ്പോൾ മെറ്റാലിക് സോൾട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഒന്ന് മനസ്സിൽ വെച്ചിട്ട് അതിനെക്കുറിച്ചൊന്ന് പഠിച്ചാൽ മതി. പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് ഇലക്ട്രോൺസും എപ്പോഴും അതിൻ്റെ ചുറ്റും ഉണ്ടാവും. പിന്നെ അതിന് കണ്ടക്ടിവിറ്റി ആയാലും തെർമൽ ആയാലും ഇലക്ട്രിസിറ്റി ആയാലും മെൽറ്റിംഗ് പോയിന്റ് ആയാലും എല്ലാം കൂടുതലായിരിക്കും. അതിനൊരു മെറ്റാലിക് ബോണ്ടും കൂടി ഉണ്ടാവും. ഓക്കെ, ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം, കോവാലന്റ് സോൾട്സ്. കോവാലന്റ് സോൾട്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. കോവാലന്റ് ബോണ്ട് എന്താണ്, നോൺ മെറ്റൽസ് തമ്മിലുള്ള ബോണ്ടാണ്. കാർബൺ നോൺ മെറ്റൽ തമ്മിലുള്ള ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്, അല്ലെങ്കിൽ ഷെയറിംഗ് ബിറ്റ്വീൻ ടു എലമെന്റ്സ് ആണ് കോവാലന്റ് ബോണ്ട്സ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പോവാം. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ നോൺ മെറ്റൽ. അധികം കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും, നോൺ മെറ്റൽസ് ആയിരിക്കും. അടുത്ത നെറ്റ്വർക്ക് ഓഫ് കോവാലന്റ് ബോണ്ട് ഈസ് ഫോംഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കോവാലന്റ് ബോണ്ട് എക്സാമ്പിൾ കാർബണിന്റെ ഒരു എലക്ട്രോഫൈഡ് ഡയമണ്ട് എടുത്തു കഴിഞ്ഞാൽ ഡയമണ്ട് എക്സാമ്പിൾ എങ്ങനെയാണ്, ഡയമണ്ട് ഫോമേഷൻ എങ്ങനെയാണ്, ഒരു ടെട്രാഹിഡ്രൽ ടൈപ്പ് ആണ് അല്ലെ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അതിന്റെ കുറേ ലെയേഴ്സ് ഇങ്ങനെ തട്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് വേറൊരു പേര് കൂടി നെറ്റ്വർക്ക് സോൾട്സ് എന്നും കൂടി ഇതിനെ വേണമെങ്കിൽ പറയും. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് ഡയമണ്ട് അല്ലെങ്കിൽ സിലിക്കൺ കാർബൈഡ് എന്ന് പറഞ്ഞ സാധനങ്ങൾ. അപ്പം ഇത്രയാണ് കോവാലന്റ് ബോണ്ട് ജസ്റ്റ് ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. മെയിനായിട്ടും കോവാലന്റ് ബോണ്ട് എന്ന് വെച്ചാൽ നോൺ മെറ്റൽ ആറ്റംസ് തമ്മിലുണ്ടാവുന്ന ഒരു ബോണ്ടിങ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അത് ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആണ്. അറിയാം, നമുക്ക് ഹാർഡുമാണ്, അത്യാവശ്യം ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സാധനമാണ് ഏത്, നമ്മളെ കോവാലന്റ് കോമ്പൗണ്ട്സ്. മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസസ് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഇസ് ഹൈ ബട്ട് ഡികമ്പോസ് ഓൺ മെൽറ്റിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, അവർ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ് എന്ന് വെച്ചാൽ അവർ മെൽറ്റ് ചെയ്യുമ്പോൾ അവർ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ കൂടുതലാണ്. പക്ഷേ അവർക്ക് എന്തുകൂടി ഉണ്ട് പ്രശ്നം, ഡികമ്പോസ് ഓൺ മെൽറ്റിംഗ്. എന്ന് വെച്ചാൽ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ നമ്മൾ CH4+O2 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടിനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കും. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് ഏത്, CO2 അല്ലെങ്കിൽ CO2നെ സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ്. ഇനി അടുത്തത് അത് ഇൻസുലേറ്റേഴ്സ് ആണ്, അത് കണ്ടക്ട് ചെയ്യില്ല, നോൺ ആണ്. ദേ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, സോ ദേ ആർ നോൺ ആസ് ഇൻസുലേറ്റേഴ്സ്. ഒരു എക്സെപ്ഷൻ ആണ് ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ. ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മളെ പെൻസിലിൻ്റെ ഒക്കെ ഉണ്ടാവുന്ന ഗ്രാഫൈറ്റ് ലെഡില്ലേ. അപ്പം ആ ഒരു സാധനം ഒരു എന്താണ്, അതൊരു കണ്ടക്ടറാണ്. അതൊരു എക്സെപ്ഷൻ ആണ് കാർബൺ. എന്തുകൊണ്ടാണ് അത് കണ്ടക്ടർ ആയിട്ടുള്ളതെന്നുള്ള ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രാഫൈറ്റ് ലെയറിൽ ശരിക്കും പറഞ്ഞാൽ കാർബണിന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, 4 ഇലക്ട്രോൺസ് അല്ലേ. നമ്മൾ ഈ ഗ്രാഫൈറ്റ് ലെയർ എങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു 3 ഇലക്ട്രോൺസ് ഇതാ ഇങ്ങനെ, അതുപോലെ ഇങ്ങനെയാണ് ഇവർ എന്ത് ചെയ്യുക, ബോണ്ട് ചെയ്യുക. അപ്പം ഇവരിങ്ങനെ ഒരു തട്ട് നിങ്ങൾ 3 ഡയമെൻഷൻ ആയിട്ട് ആലോചിക്കണം. ഇങ്ങനെ ഒരു തട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പം അവിടെ എന്താ പ്രശ്നം, ഇവിടെ ഒരു ഇലക്ട്രോൺ ഇല്ലേ, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടല്ലേ, ഇത് രണ്ടും രണ്ടാണ്. അപ്പം ഈ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഫ്രീ ഓഫ് മൂവിങ് അല്ലേ, അവർക്ക് മൊബൈൽ ചാർജ് അല്ലേ. അപ്പം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ മൂവ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് തമ്മിൽ എന്തുണ്ടാവും, കണ്ടക്ട് ചെയ്യും. ആ ഇലക്ട്രോൺസ് കാരണമാണ് ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് കണ്ടക്ടിങ് ഇലക്ട്രിസിറ്റി ആയത്. അതുപോലെ അത് സോഫ്റ്റ് ആണ്, നമുക്ക് കട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു എലമെന്റ് ആണ്. അപ്പം ഒന്നാമത്തെ എക്സെപ്ഷൻ ഓഫ് കോവാലന്റ് ബോണ്ട് ഏതാണ്, ഗ്രാഫൈറ്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, അയോണിക് സോൾട്സ്. അയോണിക് സോൾട്സ് എന്ന് വെച്ചാൽ അറിയാം, പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും തമ്മിലുള്ള കോമ്പൗണ്ട് പറയുന്നവരാണ് അയോണിക് സോൾട്ട്. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ കോവാലന്റ് കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം കാണിച്ചിട്ടുണ്ടായില്ലേ, ഡയമണ്ട്, അതാണ് കോവാലന്റ് കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ. ഓക്കെ, അയോണിക് സോൾട്ടിന് നമ്മൾ വരുമ്പോൾ നമ്മൾ അവസാനം കാണിച്ചതായിരുന്നു NaCl, സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ, ക്രിസ്റ്റൽസ് എന്ന് വെച്ചാൽ കല്ലുപ്പ്.
അപ്പോൾ ഈ ഉപ്പ് എന്ന് പറഞ്ഞ സാധനത്തിൽ കാറ്റയോൺസും ആനയോൺസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പോയിന്റിലേക്ക് തന്നെ വരാം. ഒന്നാമത്തെ കാര്യം അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. നമുക്കറിയാം ഇലക്ട്രോൺസ് തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയാം. അപ്പോൾ അവർ തമ്മിൽ ഇലക്ട്രോൺസ് ഉണ്ട്, സോഡിയം പ്ലസും Cl മൈനസും തമ്മിൽ 2 ഇലക്ട്രോൺസ് ആണ്. ആ ഇലക്ട്രോൺസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകും. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. ഓട്ടോമാറ്റിക്കലി അതൊരു സോളിഡ് ആണ്. സോളിഡ് ആകുമ്പം അവർ എന്തുണ്ടാവും, അവർ ഭയങ്കര ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രിക് ഇൻസുലേറ്റർ ഇൻ സോളിഡ് അയോൺ ആർ നോട്ട് ഫ്രീ ടു മൂവ്. അതിനർത്ഥം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ NaCl എന്ന് പറഞ്ഞ സാധനം, ഏത് നമ്മൾ ആ ഉപ്പ് എന്ന് പറഞ്ഞ സാധനത്തിൽ നമ്മളൊരു ബാറ്ററിയൊക്കെ വെച്ച് ചാർജ് കൊടുത്താൽ അത് കണ്ടക്ട് ചെയ്യുമോ? ഇല്ല, ഒരിക്കലും കണ്ടക്ട് ചെയ്യില്ല. കാരണം എന്താ, അവിടെ ആ ഇലക്ട്രോൺസ് തമ്മിൽ ഹൈലി പാക്ഡ് ആയിട്ടാണ് ഉള്ളത്. അപ്പം ഈ ഇലക്ട്രോൺസ് നമ്മളെ അയോണിക് സോളിഡിൽ എപ്പോഴാണ് അത് കണ്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ അതിനെ സൊല്യൂഷൻ ആക്കി മാറ്റണം. എന്ന് വെച്ചാൽ സൊല്യൂബിൾ ഇൻ പോളാർ സോൾവെന്റ്സ്, നമ്മൾ ഏതെങ്കിലും ഒരു പോളാർ സോൾവെന്റ്, എക്സാമ്പിൾ H2O എന്ന് പറഞ്ഞൊരു പോളാർ സോൾവെന്റിലേക്ക് നമ്മൾ സൊല്യൂബിൾ ആയി കഴിഞ്ഞിട്ട് നമ്മൾ വേണമെങ്കിൽ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഇവിടെ അയോൺസിന് ഫ്രീ ടു മൂവ് അല്ല, അയോൺസിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് അവർക്ക് എന്തില്ലാതെ ഇലക്ട്രിക് സപ്ലൈ അല്ലെ ഇലക്ട്രിക് ചാർജ് ഇല്ലാത്തത്. അയോൺസ് മൂവ് ചെയ്ത് അല്ലെ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എന്തുണ്ടാവുള്ളൂ, ചാർജ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, സൊല്യൂബിൾ ഇൻ പോളാർ സോൾവെന്റ്സ്. പോളാർ സോൾവെന്റ്സ് പറയുമ്പോൾ H2O ഒരു എക്സാമ്പിൾ ആണ്, HCl അതൊക്കെ ഒരു പോളാർ സോൾവെന്റ് ആണ്. അടുത്ത ഇൻസൊല്യൂബിൾ ഇൻ നോൺ പോളാർ സോൾവെന്റ്, സിമ്പിൾ കാർബൺ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസ് ഒക്കെ എന്താണ്, നോൺ പോളാർ സോൾവെന്റ്സിന്റെ എക്സാമ്പിൾ ആണ്. ദേ ഹാർഡ്, അറിയാം, നല്ല ഹാർഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. ഈ ഒരു എക്സാമ്പിൾ ആണ് ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ സാധനം. അത് അത്യാവശ്യം ഹാർഡ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ ബ്രിട്ടിൽ ബട്ട് ലേബിൾ ടു ബ്രേക്ക്, ബ്രിട്ടിലുമാണ് പക്ഷേ എന്താണ്, പൊട്ടിക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളാണ് അയോണിക് സോളിഡ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഈ ഒരു ടോപ്പിക്, ഏത് നമ്മളെ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ 4 ടോപ്പിക്. ഏതൊക്കെയാണ് നമുക്ക് ഒന്നുകൂടി പറയാം. മോളിക്കുലർ സോളിഡ്സ്, കോവാലന്റ് സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലും അതുപോലെ യൂണിറ്റ് സെൽ എന്താണ്, ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണ് ക്രിസ്റ്റൽ, എന്താണ് ലാറ്റിസ് എന്നൊക്കെ ആയിട്ട് വരാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു.